UDFിലെ ഐക്യമില്ലായ്മയും പരസ്പര ബഹുമാനക്കുറവുമാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്ന വിമർശനവുമായി കേരള കോൺഗ്രസ്. ആര് മത്സരിക്കുമെന്നതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയാകാത്തത് UDF പരാജയത്തിന് കാരണമായതായും തിരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് നടന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ പേഴ്സൺ തെരഞ്ഞെടുപ്പിൽ UDFിന് യഥാർത്ഥത്തിൽ ഈ നഗരസഭയിൽ ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 8 BJP, 13 UDF, 12 LDF, 1 സ്വതന്ത്രൻ. ഇങ്ങനെയാണ് കക്ഷിനില. അപ്പം UDFിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം UDFിലെ ഐക്യമില്ലായ്മയും പരസ്പര ബഹുമാനമില്ലായ്മയും ഘടകകക്ഷികളെ പരസ്പരം ബഹുമാനിക്കാനുള്ള വിശാല മനസ്കതയില്ലാത്തതിൻ്റെ കാരണം. അപ്പോൾ അത് 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അന്ന് ഞാനാണ് ചെയർപേഴ്സൺ ആയിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് ഒരു സ്ഥാനാർത്ഥി UDFിൻ്റെ പേരിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി വിജയിച്ച കൗൺസിലർ കാല് മാറിപ്പോയി. പുറകെ അന്നത്തെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച സനീഷ് ജോർജ് LDFിൻ്റെ ചെയർമാനായി വരികയും ചെയ്തു. അതിനുശേഷം അന്ന് നടന്നിട്ടുള്ള അതായത് കൂറുമാറ്റം നടത്തിയ 2 പേരുടെയും അയോഗ്യരാക്കുകയും ഒരിടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തൊടുപുഴ നഗരസഭയുടെ വികസനം പുനഃസ്ഥാപിക്കാൻ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇലക്ഷൻ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. 9ാം വാർഡിൽ ജനങ്ങളോട് പറഞ്ഞത്. അതനുസരിച്ച് ജനങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ UDFിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളും പരസ്പരം തമ്മിലടിച്ചു. 2-3 ദിവസങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്തെങ്കിലും ഇരുപക്ഷവും അവരുടേതായ നിലപാടിൽ, അതായത് ഞങ്ങൾക്ക് വേണം ചെയർമാൻ സ്ഥാനം, അത് പിന്നീട് 2ാം റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ആർക്ക് വേണം, രണ്ടാമത് ആർക്ക് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമാണ് നിലനിന്നത്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ആണോ ലീഗാണോ മത്സരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തണം എന്നുള്ള വളരെ ശക്തമായ സമീപനമാണ്. ആരെയും പ്രത്യേകിച്ച് പിന്തുണയ്ക്കാത്തൊരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവർ 2 പേരും ഇന്നലെ രാത്രിയിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. മധ്യസ്ഥനായിട്ട് UDFിൻ്റെ ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു. പക്ഷേ 2 കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വീണ്ടും ഇന്ന് ആരോടും ചർച്ച ചെയ്യാതെ 2 പാർട്ടികളും കോൺഗ്രസും ലീഗും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി. അതിൻ്റെ റിസൾട്ട് എന്നാ? ഇപ്പം 2 പേരും ഞാൻ അവിടെ ചെല്ലുമ്പം രാവിലെ ഒരു വിവരമില്ല, അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് 2 സ്ഥാനാർത്ഥികളും മത്സരിക്കുകയാണ്, ഘടകകക്ഷികൾ 2 പേരും. അപ്പം ഞാനൊരു നിലപാടെടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി അതിനകത്ത് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെടുത്തു. 2 സ്ഥാനാർത്ഥികൾ UDFിൻ്റെ 2 ഘടകകക്ഷികളുടെ നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 പേരെയും പിന്തുണയ്ക്കാതിരിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ റൗണ്ട് ഇലക്ഷനിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല. ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് 6 വോട്ടും പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 7 വോട്ടും കിട്ടി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത്, 6 വോട്ട് കിട്ടി. അവരുടെ സ്ഥാനാർത്ഥിത്വം എലിമിനേറ്റ് ചെയ്ത് പോയി. പിന്നീട് അവശേഷിക്കുന്നത് കോൺഗ്രസിലെ ദീപക്, CPMലെ ഇപ്പം ചെയർപേഴ്സൺ ആയ വ്യക്തി, അതുപോലെ തന്നെ BJPയിലെ സ്ഥാനാർത്ഥി. ഈ 3 പേരാണ്. ആ 3 പേരിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കുമ്പോൾ UDFിന് ആദ്യത്തെ വോട്ടെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല, ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല, UDFിൻ്റെ സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടെടുത്തു. 2ാമത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2ാം റൗണ്ട് നടക്കുമ്പോൾ UDFിന് ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. കാരണം UDFിൻ്റെ ഒരു ഘടകകക്ഷിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവശേഷിക്കുന്നത്. അങ്ങനെ അവശേഷിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ മാത്രം ഒരു ഘടകകക്ഷിയുടെ മാത്രം സ്ഥാനാർത്ഥി വന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ 3ാം റൗണ്ടിലും BJPയുടെ എലിമിനേഷൻ കഴിഞ്ഞ് 3ാം റൗണ്ടിൽ ദീപകും
ചെയർപേഴ്സൺ ഇപ്പോഴത്തെ തിരഞ്ഞെടുക്കപ്പെട്ട CPM-ൻ്റെ സ്ഥാനാർത്ഥിയും കൂടി മത്സരിച്ചപ്പോൾ ആ സമയത്തും ദീപകൻ വോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ അടുത്ത സമീപനം. അപ്പം നിഷ്പക്ഷമായിട്ടുള്ള സമീപനമാണ് എടുത്തത്. പക്ഷേ ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾക്ക്, ജനാധിപത്യ വിശ്വാസികളെ വളരെയേറെ വേദനിപ്പിക്കുന്ന, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. Al-Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.